ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. നോക്കുക, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് മദനിയം മജ്ലിസിൽ ലത്തീഫ് സഖാഫി നടത്തുന്നത്, അതായത് ദുആ മജ്ലിസിന് മുമ്പ് തന്നെ സ്കാനർ വെക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെ പറയുന്ന സ്കാനർ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന കമന്റ്, അതായത് എനിക്കെതിരെ എന്നോട് പറയുകയാണ്, നീ മതം പഠിച്ചിട്ടില്ലേ, എൻ്റെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, എൻ്റെ എല്ലാവർക്കും വിളിക്കുന്നുണ്ട്, എന്തൊക്കെ കമന്റാണ് അതിൽ വന്നത്. അപ്പോൾ ആദ്യമേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇത് കേരളമല്ലേ? ഇവിടെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം ആർക്കുമില്ലേ? അതായത് ഉസ്താദന്മാർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നോക്കുക, ഒരു കാര്യം ഞാൻ പറയുകയാണ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ഇവിടെ UDF ആയാലും LDF ആയാലും BJP ആയാലും മുസ്ലിമീങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും തെറ്റ് ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഒരു സമൂഹത്തിനെ മാത്രം പൊക്കി പറയുക, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ മാത്രം പൊക്കി പറയുക, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതായത് എൻ്റെ കണ്ണിൽ കാണുന്ന തെറ്റുകളെല്ലാം വിളിച്ചു പറയും, അത് ഏത് മതത്തിലുള്ള ആൾക്കാരായാലും. എൻ്റെ പ്രൊഫൈൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലാരും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നരേന്ദ്രമോദി അടക്കം ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴടക്കം ഇത്തരത്തിൽ വൃത്തികെട്ട കമന്റ് എനിക്കെതിരെ വന്നിട്ടില്ല. ലത്തീഫ് സഖാഫി നടത്തുന്നത് അതൊരു തെറ്റായ കാര്യമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും, അതായത് ഇപ്പോൾ 12K വ്യൂസ് ഉണ്ട്, ഇപ്പോൾ അതിൽ 300ഓളം കമന്റ് ഉണ്ട്, 250ഓളം കമന്റ് എനിക്കെതിരെ തെറിയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? മുസ്ലിം മതപ്രകാരം യൂട്യൂബ് ചാനൽ ഹറാമാണ്. അതിൽ 100% ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് സിംസാറുൽ ഹക്ക് ഉദവി അടക്കം പറയുന്നത് യൂട്യൂബിൽ വരും. അതായത് സിംസാറുൽ ഹക്ക് ഉദവി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇത് ഹറാമാണെന്ന്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം, ലത്തീഫ് സഖാഫി നോക്കുക, മദനിയം എന്ന് പറയുന്ന വലിയൊരു മജ്ലിസ് 3 മണിക്കൂറും 4 മണിക്കൂറും ദൈർഘ്യമുള്ള ലൈവ് ഇടുന്ന ലത്തീഫ് സഖാഫി യൂട്യൂബിൽ മോണിറ്റൈസ് ഓൺ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്ലോഡ് ചെയ്യട്ടെ, ഞാനും അപ്ലോഡ് ചെയ്യുന്നത് പോലെ അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ മതം പഠിപ്പിക്കുകയാണ്. ഓക്കെ, പഠിപ്പിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ പണി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? നോക്കുക, അദ്ദേഹം ദുആ മജ്ലിസും മതപ്രസംഗവും നടത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? അതായത് ഗൂഗിൾ പേ സ്കാനർ വെക്കുകയാണ്. അതിന്റെ താഴെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും സഹകരിക്കുക. നോക്കുക, ലൈവ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. മതം തലക്ക് പിടിച്ച് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ജോലി ശരിയാവുന്നില്ല, മക്കൾ പഠിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഉള്ള പൈസ ഇല്ലാത്തവനാണ്, കയ്യിലുള്ളത് ആകെ 500ആണ്. ആ 500ഉം ഇങ്ങനെയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് പറയുകയാണ് ഉസ്താദെ ദുആ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം ഒരു പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കൊണ്ട് ഈ പൈസ കൊടുത്തോലും ഒരു പ്രശ്നവുമില്ല. ഇദ്ദേഹം ഹറാമിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇബ്ലീസിന്റെ പെട്ടിയാണ് യൂട്യൂബും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണും TVയും ഒക്കെ. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്ലീസിന്റെ പെട്ടിയാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇബ്ലീസിന്റെ പെട്ടിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നതും ദുആ മജ്ലിസ് നടത്തുന്നതും, അവിടെയാണ് പിരിവാക്കുന്നതും. അപ്പോൾ കുറേ കമന്റിൽ ഞാൻ കണ്ടു, ഇദ്ദേഹം കുറേ ആൾക്കാരെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അവരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഇദ്ദേഹം ബിസിനസ് ചെയ്തിട്ടാണോ സഹായിക്കുന്നത്? അതായത് ലൈവ് ഇട്ടിട്ട് 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് എല്ലാ ദിവസവും ഇദ്ദേഹം ഇടും, അതിൽ സ്കാനർ വെക്കും, ഇഷ്ടം പോലെ പൈസ പോകുന്നുണ്ട്. കണക്ക് നമുക്ക് ആർക്കും അറിയില്ല. ഉദാഹരണം ഞാൻ പറയാം, കോടിക്കണക്കിന് പൈസ പോകുമ്പോൾ അതിന്റെ ചെറിയൊരു അംശം ഇദ്ദേഹം സഹകരിക്കും. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് സഹായിക്കാൻ പൈസ? കുറെ കമന്റ് കണ്ട്, 100 വീട് അദ്ദേഹം വെച്ചു കൊടുത്തു. ഓക്കെ, നല്ല കാര്യമാണ്. ഇയാളെ സ്വത്തിൽ നിന്നാണോ അയാൾ വെച്ചു കൊടുത്തത്? അതായത് യൂട്യൂബ് അത് സ്കാനർ വെക്കുന്നു, ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്. ഇത്ര പൈസ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഇദ്ദേഹം സഹകരിക്കുന്നത്. അതിനെ മാത്രം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇദ്ദേഹം യൂട്യൂബ് ചാനലിൽ ഇത് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം എനിക്കൊക്കെ മാതൃക തരേണ്ട ആളല്ലേ? അതായത് ഇദ്ദേഹം എന്നോട് പറയണം ഇത് ഹറാമാണ് മോനെ, നീ ഈ പണി നിർത്തിപ്പോ, അങ്ങനെ പറയേണ്ട ആള് തന്നെ നല്ല രീതിയിൽ ഇൽമ് പഠിച്ച, നമുക്കൊക്കെ ഇൽമ് പഠിപ്പിക്കുന്ന ആള് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ, അതായത് ഗൂഗിൾ പേയുടെ സ്കാനർ സൈഡിൽ വെച്ചുകൊണ്ട് അള്ളാഹുമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലൈവാണ്.
അപ്പോൾ കുറെ ആൾക്കാർ പറയുന്ന ഒരു വിശ്വാസം, ആ ലൈവിൽ കൂടി നമ്മളും കൂടി ആഡ് ചെയ്താൽ നമ്മളെ പ്രശ്നം സോൾവ് ആവും. എവിടെ നിന്നാണ്? നിങ്ങളെ പ്രശ്നം സോൾവ് ആണ് നല്ല രീതിയിൽ പണിയെടുക്കുക, നല്ല രീതിയിൽ നിസ്കരിക്കുക, നല്ല രീതിയിൽ ഓതുക, അന്നെങ്കിൽ നിങ്ങളെ പ്രശ്നം ശരിയാവും. അല്ലാതെ ഇങ്ങേരുടെ ലൈവിൽ പോയാൽ ഇങ്ങേർക്ക് നല്ല രീതിയിൽ റവന്യൂ കിട്ടും, പൈസയും കിട്ടും, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്, നീ ആരാണിത് പറയാം, നീ മുസ്ലിം ആണോ, ഇങ്ങനൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ലത്തീഫ് സഖാഫ് ചെയ്യുന്നത് പച്ചക്കള്ളത്തരമാണ്, പച്ചക്കള്ളനാണ് അയാൾ. അങ്ങനെ തന്നെ ഞാൻ പറയാം. അയാൾക്ക് ഒരു റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, അയാൾ പഠിച്ച പണ്ഡിതനാണെന്നുള്ള ഒരൊറ്റ റെസ്പെക്ട് മാത്രം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈമാനുള്ള അയാളാണെങ്കിൽ യൂട്യൂബിൽ എന്തുകൊണ്ട് ലൈവ് ഇടുന്നുണ്ട്? അതിനുള്ള ഉത്തരം അയാൾ തരട്ടെ. അതിനുശേഷം ആരെങ്കിലും എവിടെയെങ്കിലും കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടോ നല്ല കാര്യത്തിന് യൂട്യൂബിൽ ലൈവ് ഇടാം? നോക്കുക, അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പോൾ നമ്മൾ ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ആഡ് വരും. അതായത് ചില സ്ത്രീകൾ ഇത്ര, അതായത് പൊക്കിൾ കാണിച്ചിട്ടാണ് ഏതെങ്കിലും സോപ്പ് പെട്ടിന്റെയോ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണൽ സുന്നത്താണോ? ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഒന്നെങ്കിൽ ഇങ്ങേര് മോണിറ്റൈസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങേര് പറയണം ഇത് ഹറാമ് തന്നെയാണ്, നിങ്ങൾ ആരും ചെയ്യാൻ പാടില്ല, ഞാൻ എങ്ങനെ ചെയ്തു പോകുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇദ്ദേഹം സ്വയം തടി ഒഴിവാവണം, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ. നോക്കുക, ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? യൂട്യൂബ് വഴി ലൈവും ഇടുന്നുണ്ട്, അവിടെ നിന്നും പൈസ കിട്ടുന്നുണ്ട്, സ്കാനറും വെക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പൈസ. വലിയൊരു പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ വീടൊക്കെ നിങ്ങൾ കണ്ടോ? എത്ര വലിയ വീടാണ്. എന്നോട് പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് അസൂയാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, ഉസ്താദ് എന്നല്ല ഒരു കമന്റ് സഖാഫിയെ കുറിച്ച് പറയാൻ നീ ആരാണെന്ന്. ഞാൻ മനുഷ്യനാണ്. സഖാഫി എന്നല്ല, കോയ എന്നല്ല, തങ്ങൾ എന്നല്ല, സ്വാമി എന്നല്ല, പള്ളിലച്ചൻ ആരായാലും തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. അതാണ് കേരളം. ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇന്നലെ ഒരു ചങ്ങായി എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്, എന്റെ നമ്പർ കമന്റ് ബോക്സിൽ ചോദിച്ചു, ഞാൻ നമ്പർ കൊടുത്തു. വോയിസ് കോൾ ചെയ്യുന്നു, വോയിസ് കോളിൽ പറയുന്നു നീ സഖാഫിയെ കുറിച്ച് പറയാം, നീ ആരാ? അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വോയിസ് ഒന്നും ഞാൻ വെക്കുന്നില്ല, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാന്യമായിട്ട് പറഞ്ഞു യൂട്യൂബ് ഹറാമാണോ ഹലാലാണോ? അദ്ദേഹത്തിന് ഉത്തരം മുട്ടുകയാണ്, യൂട്യൂബ് ഹറാമല്ലേ, ഞാൻ ചെയ്യുന്നത് ഹറാമാണ്, എനിക്കറിയാം ഇതൊരു വലിയ തെറ്റാണെന്ന്. ഓ, ഇത്തരത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനൊക്കെ ചെയ്യുന്നത്. എത്ര ഉസ്താദന്മാരാണ് യൂട്യൂബിലുള്ളത്? നോക്കുക, പഠിച്ചവരാണ്, നമ്മളൊക്കെ പഠിക്കാത്തവരാണ്. ഞാനൊന്നും വലിയ രീതിയിൽ പഠിക്കാത്തവരാണ്. അതായത് ഇഷ്ടം പോലെ 10ഉം 20ഉം വർഷം പഠിച്ചവർ റവന്യൂ വാങ്ങിക്കുമ്പോൾ എനിക്കല്ല എന്ത് കുഴപ്പമാണ്? നാളെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞോളാം ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചതെന്ന്. നോക്കുക, മദനീയത്തിലുള്ള ഉസ്താദിന്റെ ചെറ്റത്തരം എന്ന് ഞാൻ പറയും. അയാൾ പറയുന്നുണ്ട്, അല്ലെ കുറെ ഉസ്താദന്മാരുടെ മതപ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്, അന്യ പുരുഷന്മാരെ സ്ത്രീകൾ കാണാൻ പാടില്ല എന്നാണ് ഉസ്താദന്മാരുടെ പ്രസംഗം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കണ്ടാൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ പറയുന്നുണ്ട് സിനിമാ നടന്മാരെ കാണാൻ പാടില്ല, ക്രിക്കറ്റ് കളിക്കാരെ കാണാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസ് കണ്ടാൽ ഒരു പ്രശ്നവും ഇല്ലേ? മദനീയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് അതിന്റെ ലൈവ്. ഉദാഹരണം, അതിനൊരു 100K വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ 75K പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് ഇയാളുടെ ഫേസ് കാണിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇയാള് ഹലാലായ എന്തോ ഒരു സാധനമായിട്ടുണ്ടാവും. നമ്മളൊക്കെ കണ്ടാൽ വലിയൊരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ഇത് നിങ്ങൾ എന്നെ സംഖ്യ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം സ്കാനർ വെച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പരിപാടി അവതരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. അദ്ദേഹം കാണിക്കുന്ന ഒരു ചെറ്റത്തരം തന്നെയാണ്. എന്തിനാണ് അദ്ദേഹം ദുആ മജ്‌ലിസ് സ്കാനർ വെക്കുന്നുണ്ട്? അതായത് നിങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം സഹായിക്കുന്നുണ്ട് പലർക്കും, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പാവങ്ങൾക്ക് സഹായിച്ചൂടെ? ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് പോയി നിങ്ങൾ എന്തിനു കൊടുക്കുന്നുണ്ട്? അതായത് ഞാൻ പറയുകയാണ്, അധ്വാനിക്കട്ടെ, ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് പൈസ ഉണ്ടാക്കട്ടെ, മാസം ഇത്ര സാലറി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വഴി പൈസ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് സ്കാനർ വെക്കുന്നത്? അതാണ് എന്റെ ചോദ്യചിഹ്നം. സഹായിക്കും, മദനീയത്തിൽ സഹായിക്കും. എത്ര പേരാണ്? 1 മിനിറ്റെങ്കിലും നിങ്ങൾ നോക്കുക, 3 മണിക്കൂറിന്റെ ലൈവിൽ 1 സെക്കൻഡെങ്കിലും ആ ഒരു സ്കാനർ പോകുന്നുണ്ട് അവിടെ നിന്ന്. ഒരു തവണ കാണിച്ച് തരുന്നവർ തരട്ടെ എന്നല്ല, ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വരുന്ന സ്കാനറാണ്, അവസാനം വരെയുണ്ട് ഈ സ്കാനർ. എത്ര പേരാണ് പൈസ അയച്ചു കൊടുക്കുക? ഒന്നും അറിയില്ലെന്നേ. ഞങ്ങളെപ്പോലുള്ള വിവരമുള്ളവർക്ക് ഇതൊക്കെ വിട്ടിത്തരം എന്ന് പറയുന്നത്. ഒരു നാളെ നിങ്ങൾ ഇത് പഠിക്കും. ഞാൻ പറയുകയാണ്, മുസ്ലിം മതത്തിൽ നല്ല ഏതൊരു മതത്തിലും ഇത്തരത്തിൽ പൈസയാക്കുന്ന പരിപാടികൾ പച്ചക്കള്ളമാണ്. പിന്നെ മറ്റു ടീമുകളുണ്ട്, അതായത് പണിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് ഉസ്താദന്മാരെ അല്ലെങ്കിൽ സ്വാമിമാരെ ആരെങ്കിലും പോയി കാണുക, ഞങ്ങൾക്ക് ഇതൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഇദ്ദേഹം എഴുതിയിട്ട് ഒരു 8 മുട്ട കൊണ്ടുവരാൻ പറയും, മുട്ടയിൽ എഴുതിട്ട് പറയും വലിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വലിയൊരു സൈത്താനുണ്ട്, അതിനെ മാറ്റാൻ വേണ്ടി 50,000 റുപ്യന്റെ ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 കുപ്പിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം പാവം ഇത് മഹറിന്റെ മാലയോ എന്തെങ്കിലും ഉള്ളത് പണയം വെച്ച് ഇയാൾക്ക് പൈസ കൊടുക്കും. എന്നിട്ട് എന്താണ്? ഒരു മണ്ണാങ്കട്ടയും ആണെന്നുണ്ട് അവിടെ.
ഇവന്മാര് പൈസ ഉണ്ടാക്കുന്നത് പച്ചക്കള്ളന്മാരാണ്. നല്ല രീതിയിൽ പള്ളിയിൽ അധ്വാനിക്കുന്ന ഉസ്താദന്മാർക്ക് നിങ്ങൾ കൊണ്ടേ കൊടുക്കുക, നാളെ എന്തെങ്കിലും കൂലി കിട്ടും. ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ലത്തീഫ് സഖാഫി എന്നെ പോലുള്ള മുസ്ലിം വ്ളോഗർമാരെ വന്നിട്ട് അദ്ദേഹം വന്ന് പറയേണ്ടതാണ്, ഇതൊക്കെ ഹറാമാണ് മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അദ്ദേഹം തന്നെ ലൈവിലൂടെ ഇത്ര പൈസ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ വെറുതെ പറയുന്നതായിട്ടുണ്ടാവും, ഈ ഹറാമും ഹലാലൊക്കെ. ഇത്ര പഠിച്ച ലത്തീഫ് സഖാഫിക്ക് ഇത് ഹലാലാണെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നവും ഞാൻ ചിന്തിച്ച് ഞാൻ വീഡിയോ ഇടുകയാണ്. നാളുകളിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാം ലത്തീഫ് സഖാഫിയുടെ കാരണമാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു കമന്റ് വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. ഇതിനാർക്കും കുരിപ്പൊട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫുള്ള് സ്ക്രീൻ റെക്കോർഡായിട്ട് അടുത്ത വീഡിയോയും കൂടി ഞാൻ ഇടുന്നതാണ്. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, ആര് തെറ്റ് ചെയ്താലും ഞാൻ കാണിക്കും. അതിൽ വർഗമോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നും നോക്കൂല, ഏത് പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താലും ഞാൻ കാണിക്കും, അത് ഉറപ്പാണ്. ഓക്കെ.